പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി, മാസം 30,000 രൂപ ശമ്പളം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് IPPB ഇപ്പോൾ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ മൊത്തം 51 ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് 2025 മാർച്ച് 21 ആണ്. അതിനു മുമ്പായിട്ട് യോഗ്യരായവർ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മിനിമം ഏജ് 21 വയസ്സ്, മാക്സിമം ഏജ് 35 വയസ്സ്. വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. എക്സ്പീരിയൻസ് നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്: candidates having domicile in the state they are applying for will be given preference. അതായത് ഏത് സ്റ്റേറ്റിൽ ആണോ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ ഉള്ളവർക്ക് ഉദാഹരണത്തിന് കേരളത്തിലുള്ള ഒഴിവിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസ് ജനറൽ OBC EWSന് 750 രൂപയും SC/STക്ക് 150 രൂപയുമാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കണം, ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. അപ്പോൾ ജനറൽ OBC EWSന് 750, SC/STക്ക് 150. അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിലേക്ക് കയറുക. വെബ്സൈറ്റ് www.ippbonline.com/ അതായത് www.ippbonline.com സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നത്തെയും പോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ PDF നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ശ്രദ്ധാപൂർവ്വം വായിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ തെറ്റാതെ കൊടുക്കുക. പിന്നെ അതെല്ലാം കറക്റ്റാക്കി ഫില്ല് ചെയ്ത് ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക. പ്രിൻ്റ് ഔട്ട് എടുക്കുക. വെബ്സൈറ്റിലുള്ള നോട്ടിഫിക്കേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഇതിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തുള്ള ഒഴിവുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. കേരള സർക്കിളിൽ ലക്ഷദ്വീപിലാണ് ഒരൊഴിവുള്ളത്. ലക്ഷദ്വീപിലാണ് ഒരൊഴിവുള്ളത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒഴിവുകളുണ്ട്. അതെല്ലാം വായിച്ചെടുക്കുക. അങ്ങനെയാണ് ടോട്ടൽ 51 ഒഴിവുകളുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനിരിക്കാൻ. ഇപ്പോൾ എൻ്റെ ജോലിയുടെ സ്വഭാവങ്ങൾ, ജോലിയുടെ ഓരോ ട്രെയിനിങ് പീരീഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം വായിച്ചെടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനിലുള്ള അനക്സർ ഫോംസുകളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ചിട്ട് ഏതാണ് വേണ്ടത് അത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് അത് ഒഫീഷ്യലായിട്ടുള്ള സൈനൊക്കെ വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഡിക്ലറേഷൻ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ചെടുക്കുക. പിന്നെ അനക്സർ 5 PWD സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് PWDക്കാർക്ക് മാത്രമുള്ള സർട്ടിഫിക്കറ്റാണ്. ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് സർട്ടിഫിക്കറ്റാണ്. അത് ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക.
അപ്പോൾ ഇതെല്ലാം നോട്ടിഫിക്കേഷന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധാപൂർവം നോക്കി വായിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക. നാളത്തെ തൊഴിൽ വാർത്തയുമായിട്ട് നാളെ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വരുന്ന തൊഴിൽ വാർത്തകൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.